സുഖമല്ലേ എല്ലാവർക്കും? അതിവിടെ കോഴിക്കോട് ബഹുമാനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് ഇന്ന് എനിക്ക് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് മാത്രമാണ്. നിങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ കണ്ട് ഞാനും ആരാധിച്ചിരുന്ന അദ്ദേഹം നിങ്ങളുടെ മുന്നിലേക്കൊക്കെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ബാഡ് ബോയ്സ് എന്നത് വലിയ വിജയമാവണമെന്നാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവുമല്ലോ അല്ലേ? ഓണത്തിനൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇതൊരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിരിക്കും. ഒരു ആഴ്ചയായിട്ട് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഈ പടത്തിന്റെ ഈ പ്രൊമോഷൻസും അതോടൊപ്പം തന്നെ ഇതിന്റെ ട്രailerൊക്കെ ഇറങ്ങിയപ്പോൾ ടീസറൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് അപ്രിസിയേഷനാണ് സിനിമയ്ക്കുള്ളത്. ഇത് കേട്ട് ഞാൻ എല്ലാവരും ടെൻഷൻ ആവുന്നുണ്ട്. വില്ലനെ പരിചയപ്പെടുത്തുകയാണ് ഷേർഷാ ഇപ്പൊ ചെയ്തൊരു സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. നമ്മള് ഈ ഓണത്തിന് ഒരു ഹൈ എനർജറ്റിക് ആക്ഷൻ എന്റർടൈനറുമായിട്ട് വന്നിരിക്കുകയാണ് ബാഡ് ബോയ്സ്. ഒമരക്കട വന്ന ബെസ്റ്റ് മൂവീസ് ആയിരിക്കും ഫോർ ഷുവർ. അപ്പോൾ നിങ്ങൾ ടെർബോ ഒക്കെ കാണാൻ വിചാരിക്കുന്നു മമ്മൂക്കട. അപ്പോൾ അതിനകത്തെ ആക്ഷൻ കൊറിയോഗ്രാഫർ ഫീലിങ്സ് പ്രഭു മാസ്റ്ററാണ് നമ്മുടെ ആക്ഷൻ ചെയ്തിരിക്കുന്ന. കുറേ സോങ്സ് ഉണ്ട്, കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് 50 to 60 ആർട്ടിസ്റ്റ് ഉണ്ട്. ബാബു ആന്റണി ഉണ്ട്, അജു, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. നമ്മുടെ കൊച്ചി രാജാവ് നിർമ്മിച്ചപ്പോഴുള്ള ഒരു ഫീല് മറ്റേ മൊത്തമായിട്ട് കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നത് എനിക്ക് ഹരമാണ്. കാരണം സിനിമയിലായാലും ജീവിതത്തിലായാലും ക്യാമ്പസ് എന്നും എൻ്റെ നമ്മളെല്ലാവരുടെയും ഒരു നൊസ്റ്റാൾജിയാണ്. ഈ സമയം കഴിഞ്ഞു പോയാൽ അത് ഒരുപാട് ദുഃഖിക്കേണ്ടി വരുന്നതായിരുന്നു. അതുകൊണ്ട് മാക്സിമം അടിച്ചു പൊളിക്കുക. ഞങ്ങളുടെ ഒരു ചെറിയ സിനിമ ഇറങ്ങിയാണ് എല്ലാവരെയും ചിരിപ്പിക്കാനും ഒരുപാട് സന്തോഷിപ്പിക്കാനും ഉള്ള ഒരു ഞങ്ങളെല്ലാം വളരെ ത്രില്ലടിച്ച് എൻജോയ് ചെയ്ത് അറിയിച്ചൊരു പടം ബാഡ് ബോയ്സ്. ഇത് എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും കണ്ട് ഓണത്തിന് ഇതൊരു സെലിബ്രേഷൻ ആക്കി മാറ്റണം. ഞാൻ ഇതിലൊരു ചെറിയൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ബേക്കാട്ടുകുളം മാൻഡപ്പൻ. ഈ ബാഡ് ബോയ്സ് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇതിലുള്ള സിനിമയിലുള്ള എല്ലാവരും ബാഡ് ബോയ്സ് ആണ്. ആരും ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉദ്ദേശിച്ചല്ല ഈ സിനിമ. പിന്നെ ഇതൊരു എന്താ പറയുക, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു ഡിഫറെൻ്റ് ആയിട്ട് പിന്നെ ഒരു ഓണം ഫെസ്റ്റിവൽ. അപ്പോൾ അങ്ങനെയാണ് ഒമർ ലുലു ഈ പടത്തിൻ്റെ സംവിധായകൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കഥയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഹ്യൂമർ, കഥ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഞാൻ ചിരിച്ചു. സോ അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി ഇത്രയും സിനിമ താരങ്ങളെ വെച്ച് ചെയ്യാൻ ഇതിന് വേണ്ടി ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് വേണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായ ഷീലു എബ്രഹാം, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് എബ്രഹാം മാത്യൂസ് ആണ് ഈ പടത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓണത്തിന് എന്നെ റിലീസ് ചെയ്യണമെന്ന് വളരെ വാശിയായിരുന്നു എബ്രഹാം സാറിന്. ഇതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇങ്ങനെ ഒരു പടത്തിൽ എനിക്കൊരു ചെറിയൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തല്ല, അതെന്റെ മദറും ഫാദറും അടുത്ത് ചോദിക്കണം. എന്റെ ഫാദർ നിലമ്പൂർക്കാരനാണ്, മദർ കോഴിക്കോട് നിന്നാണ്. ചെയ്യാം. ഇത് ഒരുപാട് പേര് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സബ്ജക്ട് വരുമ്പോൾ